ഹലോ, നമുക്കിന്നൊരു നല്ല അടിപൊളി അമ്പഴങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കിട്ടാനില്ലാത്ത സാധനം കേട്ടോ അമ്പഴങ്ങ. കുറെ നാളുകൾക്ക് ശേഷം ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് വഴിയിൽ ഒരു കടയിൽ വിൽക്കുന്ന കണ്ടപ്പോ വാങ്ങിച്ചാണ്. 1 കിലോ അമ്പഴങ്ങയ്ക്ക് 60 രൂപയാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അമ്പഴങ്ങ അതിന്റെ തണ്ടൊക്കെ ഒടിച്ചു കളഞ്ഞിട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് ചെറുതായിട്ട് മുറിച്ചെടുക്കുവാണ്. മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 4 പീസാക്കി മുറിച്ചേ ഉള്ളൂ. ചെറിയ പീസാക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മസാല പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായി മുറിച്ചേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാവേ. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും. ഞാൻ അച്ചാറില് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചിട്ടാട്ടോ ചേർക്കുന്നത്. അപ്പൊ കടുകും ഉലുവയും വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുകും അത്രയും തന്നെ ഉലുവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണേ. വറുത്ത് വെച്ചേക്കുന്ന കടുകും ഉലുവയും തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് അമ്പഴങ്ങ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ എടുത്തിട്ടുള്ളത്. കാരണം വളരെ കുറച്ച് അമ്പഴങ്ങയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അച്ചാറേ ഉണ്ടാവുള്ളൂ. അധികം നാളത്തേക്ക് ഇരിക്കത്തില്ല. ഒരുപാട് അച്ചാറൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ നല്ലെണ്ണ ചേർക്കുന്ന കേട്ടോ നല്ലത്. നല്ലെണ്ണ ഉപയോഗിച്ച് അച്ചാർ ഇടുവാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ അച്ചാർ 2 ദിവസത്തേക്കേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. അമ്പഴങ്ങ എണ്ണയിലിട്ട് ആ പച്ച കളർ മാറി ഒന്ന് കളർ മാറുന്നോടം വരെ മാത്രമേ എണ്ണയിൽ ഇടാവുള്ളൂ കേട്ടോ. ഒരുപാട് നേരം എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്പഴങ്ങ കുഴഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ എണ്ണയിൽ നിന്ന്. ഇനി നമുക്ക് അമ്പഴങ്ങ വഴറ്റിയ എണ്ണയിൽ തന്നെ അച്ചാർ ഇടാം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരുപാട് മൂത്ത് കളർ മാറി വരുമൊന്നും വേണ്ട കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ്. ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ആദ്യം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലകൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. നല്ലൊരു കളർ കിട്ടും അച്ചാറിന്. ഇനി അടുപ്പ് കത്തിച്ച് ചെറിയ തീയിൽ പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇനി ഇതിലേക്ക് വിനാഗിരി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അമ്പഴങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുള്ളതുകൊണ്ട് ഒരുപാട് വിനാഗിരി ചേർക്കുന്നില്ല കേട്ടോ. അച്ചാറിന് കുറച്ചുകൂടിയൊക്കെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്ര നേരമായിട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടേ ഉണ്ടായിരുന്നില്ല. ആദ്യം അമ്പഴങ്ങ ചെറുതായി അരിഞ്ഞില്ലേ, അതിനകത്തേക്ക് വേണമെങ്കിൽ ഉപ്പ് തിരുമ്മി വെക്കായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിനാഗിരി ചേർത്ത മസാല ഒന്ന് തിളച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമുക്ക് ഈ അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാവേ. തീ കുറച്ച് വെച്ചിട്ട് വേണം അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അമ്പഴങ്ങ ഇട്ടതിന് ശേഷം ഒരുപാടങ്ങ് തിളച്ച് വെന്ത് പോകാൻ പാടില്ല. ഇനി നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന കടുകും ഉലുവയും കൂടെ പൊടിച്ച് അതോടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ചേർക്കുന്നത്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ഈ അച്ചാറിന്റെ മുകളിലൂടെ. പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടും കേട്ടോ അച്ചാറിന്. അങ്ങനെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. ഇനി തണുത്ത് കഴിയുമ്പോൾ നല്ല അടച്ചുറപ്പുള്ള ഒരു ചില്ലുപാത്രത്തിലേക്ക് മാറ്റാവേ. നമുക്കപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.